ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ DIY എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഞങ്ങളുടെ ചാനലിൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇന്ന് ചെയ്യാൻ പോകുന്നതും അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം നമുക്കൊരു നോട്ട്ബുക്ക് എടുക്കാം. അതിനുശേഷം അതിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ട്രേസ് ഔട്ട് ഫോം ഷീറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഫ്രണ്ട് കവർ പേജ്. അപ്പോൾ പുതിയ നോട്ട്ബുക്ക് എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ട്രേസ് ഔട്ട് എടുത്തതിന് ശേഷം ആ ഫോം ഷീറ്റ് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കട്ട് ഔട്ടിനെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. നമുക്കൊരു കളർ പേപ്പറിനെ OHP ഷീറ്റ് വെച്ച് കവർ ചെയ്യാം. അതിനു മുമ്പ് അതിലേക്കൊരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടറിനെ ആഡ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു യൂണിക്കോണിനെയാണ്. OHP ഷീറ്റ് വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ബോട്ടം പോർഷനും റൈറ്റ് സൈഡും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്യാം. ബോട്ടം പോർഷൻ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുമ്പ് ബുക്കിൻ്റെ സൈസിലേക്ക് ഈ ഷീറ്റിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഞാനിവിടെ കുറച്ച് ഫ്ലവർ ഷേപ്പ് സീക്വൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ബീഡ്സും സീക്വൻസും ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബീഡ്സും സീക്വൻസും ഒന്നുകിൽ ചെറുതോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ബീഡ്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പ് പോർഷനും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബുക്കിൻ്റെ ഉള്ളിലൂടെ ഇതിനെടുത്ത് 4 സൈഡ്സും സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ യൂണിക്കോൺ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത നോട്ട്ബുക്ക് എടുക്കാം. അതിനെ യെല്ലോ ഷീറ്റ് വെച്ച് കവർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ജീൻസ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഹോട്ട് ഗ്ലൂ വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാം. ഇനി നമുക്ക് ജീൻസിൻ്റെ ബക്കിൾ പോർഷൻ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ബക്കിൾ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബക്കിൾസ് കിട്ടുന്നില്ലെങ്കിൽ ഈ ഷേപ്പിൽ ജീൻസിൻ്റെ നോർമൽ പീസ് കട്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യുക ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത്. അതിനുശേഷം പോക്കറ്റ് പോലെ ഷേപ്പിൽ ജീൻസിൻ്റെ പീസ് കട്ട് ചെയ്തതിന് ശേഷം അതും ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. നമുക്ക് ബുക്കിൻ്റെ ലെങ്ത്തിൽ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് നോർമൽ ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മിനിയൻസിൻ്റെ ഐസ് ആഡ് ചെയ്യണം. അതിന് ഇതുപോലെ ചാർട്ട് പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കേഴ്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഐസും അതേപോലെ മൗത്തും വരയ്ക്കാം. നമുക്ക് മിനിയൻസിൻ്റെ ഡ്രസ്സ് ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി വൈറ്റ് മാർക്കേഴ്സ് യൂസ് ചെയ്ത് നമുക്കതിൻ്റെ ഡ്രസ്സിൽ ഇതുപോലത്തെ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാം. സോ നമ്മുടെ മിനിയൻ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പേപ്പർ പെന്നാണ്. അതിന് കളർ പേപ്പറിനെ പെൻസിലിൻ്റെ സഹായത്തോടെ റോൾ ചെയ്ത് അത് നമുക്ക് വേണ്ട സൈസിലേക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലൂ യൂസ് ചെയ്ത് അതിൻ്റെ എൻഡ് സ്റ്റിക്ക് ചെയ്യാം. ഇനി ഞാൻ ഫോം ഷീറ്റിലേക്ക് 2 ബട്ടർഫ്ലൈ ലേഔട്ട്സ് വരയ്ക്കുകയാണ്. അതിനുശേഷം അത് കട്ട് ചെയ്ത് ഹോട്ട് ഗ്ലൂവിൻ്റെ സഹായത്തോടെ പെൻസിലിൻ്റെ എൻഡിലേക്ക് ഞാനത് സ്റ്റിക്ക് ചെയ്ത് ചേർത്തു. സോ നമ്മുടെ ബട്ടർഫ്ലൈ പെൻസിൽ റെഡിയായി. ഇതേ രീതിയിൽ നമുക്ക് പെന്നിലും ഇതുപോലെ ഡിസൈൻസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ചെറിയൊരു ആഡ് ഓൺ ഡെക്കറേഷൻ ചെയ്താലോ? ഞാനിവിടെ ഒരു നെയിം ടാഗ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഞാനിവിടെ ഒരു ക്ലൗഡ് ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലവറോ ബട്ടർഫ്ലൈയോ എന്ത് വേണമെങ്കിലും ട്രൈ ആവുന്നതാണ്. അതിലേക്ക് ഞാൻ എൻ്റെ പേര് ആഡ് ചെയ്യാണ്. അപ്പം എൻ്റെ പേരല്ല ഞാൻ ആഡ് ചെയ്യുന്നത്, എൻ്റെ അനിയത്തിയുടെ പേരാണ് ആഡ് ചെയ്യുന്നത്, ദിയ. ഇനി നമുക്കിത് പെന്നിൻ്റെ അറ്റത്ത് കെട്ടിടാം. ബാക്കി വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയും. സോ നമ്മുടെ ലാസ്റ്റ് ഐറ്റമായ പേപ്പർ പെന്നും ഇവിടെ റെഡിയായി. ഇന്നുണ്ടാക്കിയ 4 ഐറ്റംസും വളരെ ക്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.
അപ്പോൾ കുട്ടി കൂട്ടുകാർ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.